കരിമണൽ ഖനനത്തിൽ ഭാഗികമായി സ്വകാര്യവൽക്കരണം നേരത്തെ നടന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. അതിന്റെ ഭാഗമായാണ് മാസപ്പടി കേസ് ഉണ്ടായത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ മറവിൽ തോട്ടപ്പള്ളിയിൽ നടത്തുന്ന ഖനനം ചതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചതിൽ പ്രതീക്ഷയുണ്ടെന്നും CR നീലകണ്ഠൻ പറഞ്ഞു. കുട്ടനാട്ടിൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ മറവിലാണ് തോട്ടപ്പള്ളിയിൽ ഖനനം നടക്കുന്നത്. ഇത് വലിയ ചതിയാണെന്ന് CR നീലകണ്ഠൻ ആരോപിച്ചു. ആലപ്പാട് കരിമണൽ ഖനനം നടക്കുമ്പോൾ തന്നെയാണ് തോട്ടപ്പള്ളിയിൽ നിയമത്തിന്റെ മറവിലെ ഖനനം. CMRL കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിയതോടെ ഭാഗികമായി സ്വകാര്യവൽക്കരണം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കരിമണൽ സ്വകാര്യവൽക്കരണം ഇപ്പോൾ തന്നെ ഒരു പരിധിവരെ നടന്നിട്ടുണ്ട്, അറിയാതെ അറിഞ്ഞു. കാരണം നമുക്കറിയാം, മാസപ്പടിയും അടക്കമുള്ള കേസുകളിൽ വലിയ തോതിൽ തോട്ടപ്പള്ളിയിലെ ഖനന മണൽ സ്വകാര്യ കമ്പനികൾക്ക് പോകുന്നുണ്ട്, കേരളത്തിനകത്തും പുറത്തും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ അനുകൂലിക്കുന്നില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്തു. തോട്ടപ്പള്ളി ഖനനം അധിക ഖനനം വന്നത്, ആലപ്പാട് ഖനനം കൂടാതെ. ഖനനം എന്നവർ പറയുന്നില്ല, അത് തന്നെ ചതിയാണ്. ഖനനത്തിന് പെർമിറ്റ് ഇല്ലാത്തടുത്താണ് തോട്ടപ്പള്ളി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മറവിലാണ് ഒരു നിയമവും പാലിക്കാതെ. ആറ്റോമിക് എനർജി നിയമം ബാധകമാണ്, അതുപോലെ മൈനിങ് നിയമം ബാധകമാണ്, CRZ നിയമം ബാധകമാണ്, പൊല്യൂഷൻ നിയമം ബാധകമാണ്. ഇതൊന്നും കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മണൽ നീക്കുക, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം, ആ മണൽ നീക്കുക എന്ന കള്ളപ്പേരിലാണ് തോട്ടപ്പള്ളിയിൽ ഇപ്പോൾ 500-1000 ട്രക്ക് ലോഡ് കരിമണൽ പോകുന്നത്. കേരളത്തിൽ നിന്നും വലിയ തോതിൽ കരിമണൽ പുറത്തേക്ക് പോകുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KMML പ്രവർത്തിക്കാൻ വലിയ തോതിൽ കരിമണൽ ആവശ്യമില്ല. കരിമണലിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി KMML കരിമണൽ സംസ്കരണ ശേഷി വർദ്ധിപ്പിക്കണമെന്നും CR നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഖനനം ചെയ്യുന്ന മണലിൻ്റെ ഒരു 10% പോലും കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല, കൊണ്ടുപോവാണ് പലരായിട്ട്. KMML പോലൊരു സ്ഥാപനത്തിന്, IRE പോലൊരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ വലിയ തോതിൽ കരിമണലൊന്നും ആവശ്യമില്ല ഇപ്പോൾ. അതുമാത്രമല്ല, KMML അവരുടെ ടെക്നോളജി ഉയർത്തി. ഇത് വലിയ വാല്യൂ അഡീഷനുള്ള സാധനമാണ്. കാരണം 10 രൂപയുടെ കരിമണൽ എടുത്താൽ അതിൽ നിന്ന് അടുത്ത സ്റ്റേജ് ഉണ്ടാക്കുമ്പോൾ അത് 50 രൂപയാവും, അതിൻ്റെ അടുത്ത സ്റ്റേജ് 500 ആവും, പിന്നത്തെ അടുത്ത സ്റ്റേജ് 5000. ഓരോ പ്രോസസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് ആ കപ്പാസിറ്റി കേരളത്തിൽ വേണം. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും CR നീലകണ്ഠൻ വ്യക്തമാക്കി. 4 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. ഇത് കേന്ദ്രം പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി.